പല്ല് നഷ്ടപ്പെട്ടാൽ അത് റീപ്ലേസ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ? ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടാണത്. എടാ, ഒരു പഴഞ്ചൊല്ലില്ലേ, കണ്ണ് നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വില അറിയുള്ളൂ എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ട് കൈകളുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലല്ലോ. കാരണം എന്താ? ഒരു കൈ നഷ്ടപ്പെട്ടാലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. പല്ലുകൾ നമ്മുടെ വായിലാണ്, നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതേ തുടർന്നുള്ള ബുദ്ധിമുട്ടുകൾ കാലക്രമേണേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് നമുക്ക് അറിയില്ല. നമ്മുടെ വായിൽ അവസാനം വരുന്ന ഒരു പല്ലില്ലേ, വിസ്ഡം ടൂത്ത്, ആ പല്ലൊഴികെ വേറെ ഏത് പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അത് നിങ്ങൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ വായിലെ ഓരോ പല്ലിനും അതിൻ്റെതായ പൊസിഷനും അതുപോലെ തന്നെ അവരുടേതായ ഫംഗ്ഷനും ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുന്നതോടുകൂടെ തൊട്ടടുത്തുള്ള പല്ലുകൾ അങ്ങോട്ട് ചെരിയാൻ തുടങ്ങും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആർച്ചുള്ള പല്ലുകൾ താഴത്തോട്ട് പതിയെ പതിയെ ഇറങ്ങി വരും. ഇതൊക്കെ കാലക്രമേണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ സ്വാഭാവികമായിട്ടും ഒരു സൈഡിലെ പല്ല് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ മറ്റേ സൈഡ് വെച്ച് ചൂ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ആക്ച്വലി ബൈലാറ്ററൽ ചൂയിങ് എന്ന് പറയും. നമ്മൾ രണ്ട് സൈഡും വെച്ച് ചവയ്ക്കണം. ഈ ബൈലാറ്ററൽ ചൂയിങ്ങിന് പകരം ഒരു സൈഡിൽ മാത്രം പല്ലുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ യൂണിലാറ്ററൽ ചൂയിങ് എന്ന സ്റ്റേജിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആ സൈഡിലുള്ള പല്ലുകൾക്ക് പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറോമാൻഡിബുലർ ജോയിന്റ് എന്ന് പറയും, ഈ ജോയിന്റിനും കൂടുതൽ സ്ട്രെയിൻ വന്നു തുടങ്ങും. പിന്നെ അതിൻ്റെ പിന്നാലെയായി നടത്തും. അപ്പോൾ ഒരു പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒന്നുകിൽ ഫിക്സഡ് ആയിട്ടോ അല്ലെങ്കിൽ റിമൂവബിൾ ആയിട്ടോ അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് വെച്ച് നിങ്ങളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എടാ, വെച്ച പല്ലാന്ന് പോലും തിരിച്ചറിയില്ല, ആ രീതിയിൽ നമുക്ക് അതിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. സോ വിസിറ്റ് യുവർ നിയറസ്റ്റ് മദർ ഡെന്റൽ ഫോർ എക്സ്പെർട്ട് അഡ്വൈസ്.